ഇറാന്റെ കപ്പൽപ്പടയെ കത്തിച്ച ട്രംപ്. അമേരിക്കൻ യുദ്ധക്കപ്പൽ ഇറാനിലെത്തി. സമാധാന കരാർ സാധ്യമായില്ലെങ്കിൽ ശക്തമായിട്ടുള്ള സൈനിക നടപടിയാണ് ഇനിയുള്ളൂ മുന്നിലെന്നുള്ള വളരെ കൃത്യമായിട്ടുള്ള മുന്നറിയിപ്പും ഭീഷണിയുമാണ് ട്രംപ് ഉയർത്തുന്നത്. ഇറാന്റെ കൈവശമുള്ള വൻ ആണവശേഖരം പിടിച്ചെടുത്ത് നശിപ്പിക്കുന്നതിനായിട്ട് ആവശ്യമെങ്കിൽ അമേരിക്കൻ സൈന്യത്തെ നേരിട്ടയക്കാൻ താൻ തയ്യാറാണ് എന്നാണ് ഇപ്പോൾ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്നാൽ ഇറാനുമായി വരാനിരിക്കുന്ന ഒരു സമാധാന കരാറിന്റെ ഭാഗമായിട്ട് ഇരു രാജ്യങ്ങളും സംയുക്തമായിട്ട് ഈ ദൗത്യം നിർവഹിക്കുവാനാണ് താൻ ആഗ്രഹിക്കുന്നത് എന്നുകൂടി അദ്ദേഹം പറയുമ്പോഴും ഇറാനിലെ ആണവ ശേഖരണം അത് പിടിച്ചെടുക്കുവാൻ ആവശ്യമെങ്കിൽ സൈന്യത്തെ അയക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. സമാധാന കരാറിന്റെ ഭാഗമായിട്ട് ഇറാനുമായി ചേർന്ന് ഈ ദൗത്യം നിർവഹിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് അദ്ദേഹം പറയുമ്പോഴും അത്തരത്തിലൊരു സമീപനം സ്വീകരിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ കടുത്ത സൈനിക നടപടി ഇറാൻ നേരിടേണ്ടി വരുമെന്നുള്ള ഭീഷണിയും മുന്നറിയിപ്പും കൂടി മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇറാന്റെ കൈവശമുള്ള വൻ ആണവ ശേഖരം പിടിച്ചെടുത്ത് നശിപ്പിക്കുന്നതിനായിട്ട് ആവശ്യമെങ്കിൽ അമേരിക്കൻ സൈന്യത്തെ തന്നെ നേരിട്ട് അയക്കുകയാണ്. അപ്പോൾ ഇവിടെ ഇറാനുമായിട്ട് വരാനിരിക്കുന്ന ഒരു സമാധാന കരാറിന്റെ ഭാഗമായിട്ട് ഇരു രാജ്യങ്ങളും സംയുക്തമായിട്ട് അത്തരത്തിലൊരു ദൗത്യത്തിലേക്ക് എത്തേണ്ടതുണ്ട് എന്ന് ട്രംപ് പറയുമ്പോഴും പക്ഷേ അതിൽ സത്യസന്ധമായിട്ടുള്ളതാണോ ഇത്തരത്തിലുള്ള ഇടപെടലുകൾ എന്ന് സംശയിക്കുന്നുണ്ട് ഇറാൻ.